ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? ഇരയെ കാണാതെ വനത്തിൽ നിന്ന് സിംഹം ഗർജിക്കുമോ? എന്തിനെങ്കിലും പിടികൊടുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ? കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ? ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ? പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ? കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുമോ? ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാൻ കഴിയും? സൊദോമിനെയും ഗൊമോറയെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചനം.